ഹലോ ഗൈസ്, അനിയും നന്ദും തമ്മിലുള്ള ഇഷ്ടത്തെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ജാനകിക്ക് നന്ദുവിനെ കാണുന്നത് പോലും ഇഷ്ടമല്ല കേട്ടോ. ഒരു ദിവസം ഉച്ചയ്ക്ക് അനി നന്ദുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ജാനകി വാച്ച് ചെയ്തോണ്ടിരിക്കാണ്. നന്ദു, നീ ഇപ്പൊ ഫ്രീ ആണോ? അതെ, എന്താ അനി? അപ്പൊ അനി പറയുന്നുണ്ട്, എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്തു പോയാലോ? എനിക്കെന്തോ ഈ വീട്ടിലിരുന്നിട്ട് ആകെ ചടപ്പാ. ഇത് കേട്ടപ്പോ തന്നെ ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ജാനകി നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് നയനയുടെ മുന്നിൽ ചെന്നിട്ട് നയനെ എന്ന് ഒച്ചത്തി വിളിക്കുന്നുണ്ട്. എന്തേ ഏമേ? എന്താണോ? എന്താന്നിപ്പോ ഞാൻ പറഞ്ഞു തരണോ? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ അനിയത്തി എപ്പോഴും ശ്രദ്ധിക്കണമെന്ന്? സമയം കിട്ടിയാൽ അവൾ അനിയുടെ അടുത്താ, അവൻ തിരിച്ച് അങ്ങോട്ടും. ദേ നയനെ, സംഭവം അവര് ഫ്രണ്ട്സ് ഒക്കെ തന്നെയാ. പക്ഷെ ഇപ്പൊ എനിക്കെന്തോ അവരുടെ മനസ്സ് ഏതോ ദിശയിലേക്ക് നീങ്ങുന്ന പോലെ തോന്നുന്നു. ഇളയമേ, അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? അവരെ കാണുമ്പോ ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ ചിന്തിക്കുന്ന ഇളയമേ? വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാ ഞാൻ ഇവരെ രണ്ടുപേരെയും സംശയിക്കുന്നത്. എന്റെ മകനായതുകൊണ്ട് പറയില്ല, അവളൊരു പെണ്ണാ. അതുകൊണ്ട് ഏത് നിമിഷം എന്റെ മകൻ അവളൊരു സ്നേഹം തോന്നിയേക്കാം. അവക്ക് തിരിച്ചു. ദേ നയനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിന്റെ അനിയത്തി ഒന്ന് ഒതുക്കി നിർത്തണം. പണ്ടവരെ ഫ്രണ്ട്സൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഇപ്പൊ അവരുടെ മനസ്സ് എങ്ങനെയാന്ന് നമുക്കറിയില്ല. ഈ നന്ദു വെറുതെ അനാമികയുടെ അനിയുടെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് വരരുത്. ഇളയമേ, നന്ദുവിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ഇളയമേ. ദേ, നിങ്ങൾ രണ്ടുപേരെയും സ്വത്ത് ആഗ്രഹിച്ച നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്. പക്ഷെ നയനമോളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നാ ഇവിടെ ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ കനകയുടെ കളികളാ ഇതൊക്കെയെന്ന്. എളയമേ, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അമ്മയ്ക്ക് രണ്ടുപേരുടെ ജീവിതം തന്നെ ഇങ്ങനെയായി മടുത്തു. ഇനി മൂന്നാമതൊരാളെ കൂടി ഇങ്ങോട്ട് കെട്ടിച്ചയക്കണമെന്നില്ല. അത് മോളുടെ മനസ്സിന് വിശാലത കൊണ്ട് തോന്നുന്നതാ. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദേ മോളെ, എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി വെറുതെ ഇഷ്ടപ്പെട്ട മനസ്സുകൊണ്ട് വെറുപ്പ് സമ്പാദിക്കരുത്. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് ജാനകി പോകുന്നുണ്ട്. അപ്പൊ തന്നെ നയനയ്ക്ക് വലിയ ദേഷ്യം വരാട്ടോ. നയന നേരെ നന്ദുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നന്ദു, അനി, നയനേച്ചി വരുന്നു. എന്നോട് പറഞ്ഞതാ നയനേച്ചി നിന്നോട് മിണ്ടാൻ വരരുതെന്ന്. അനി, നിനക്കെന്താ ഇവിടെ കാര്യം? ഏയ്, ഒന്നുമില്ല എടുത്തി, ഞാൻ വെറുതെ ഇരുന്നപ്പോ നന്ദുവിന്റെ അടുത്ത് വന്നിരുന്നതാ. അനി, നിനക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ. എന്നിട്ട് എന്തിനാ അനി ഈ ഏടത്തി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിനക്കറിയോ ഇളയും ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നതെന്ന്? എന്റെ അമ്മയുടെ ദൂരത്ത് നിന്നിട്ടില്ല, മൂന്നാമതൊരാളെയും കൂടി ഇങ്ങോട്ട് കെട്ടിച്ചയക്കുകയാണെന്ന്. അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണെന്നൊക്കെ. ഏടത്തി, അമ്മയുടെ മനസ്സിൽ ആരോ വിഷം കുത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ അമ്മ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ പറയുന്ന കാര്യമൊക്കെ ഉണ്ട് ഏടത്തി. അനി, ദയവേത് ഇനി നന്ദുനോട് സംസാരിക്കാൻ നിൽക്കണ്ട. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം കാണാതിരിക്കുന്നതാ നല്ലത്. എന്താ നയനടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കിങ്ങനെ പറയാന്നല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല മോനെ, അത് നീ മനസ്സിലാക്ക്. ഇതും പറഞ്ഞ് നന്ദുവിന്റെ കൈ ശക്തിയിൽ വലിച്ചു പിടിച്ച് നയന അവിടുന്ന് പോവാണ്. എന്നിട്ട് നന്ദുവിന് നേരെ റൂമിലേക്കാട്ടോ കൊണ്ടുപോകുന്നത്. ഇത് നന്ദു, ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അനിയുടെ മനസ്സിലെ വിഷമം ഇല്ലാതാക്കാനാ. പകരം നീ എന്താ ചെയ്യുന്നത്? എപ്പോഴും അനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് മറ്റുള്ളവർ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടും. ചേച്ചി, ഞാനല്ല ചേച്ചി അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത്. ഹനി എപ്പോഴും എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരിക. അങ്ങനെ വരാൻ നീ സാഹചര്യം ഉണ്ടാക്കരുത്. ഒന്നെങ്കിൽ നീ പുറത്തെ ഫ്രണ്ട്സിന്റെ കൂടെ പോകണം, അല്ലെങ്കിൽ മുറിയിൽ ഇരുന്നാ മതി, അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വാ. നീ ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ടാ ഹനി നിന്റെ അടുത്തോട്ട് വരുന്നത്. മോളെ, ഈ ദുഃഖം വിട്ടിട്ട് ഇനിയെങ്കിലും നീ ഒന്ന് ചിരിക്കി. നിന്നെ അങ്ങനെ കാണാനാ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. നീ ഇടയ്ക്കിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അത് എനിക്കും വലിയൊരു ഷോക്കാവുന്നുണ്ട്. ഹനി പലതും ചിന്തിച്ചു കൂട്ടും. അതിനുള്ള വഴി മോളായിട്ടുണ്ടാക്കി കൊടുക്കരുത്. ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ. ഇല്ലേ പിന്നെ നിന്റെ രണ്ട് ചേച്ചിമാരുടെ അവസ്ഥ എങ്ങനെ ആകുമെന്ന് നീ തന്നെ തീരുമാനിച്ചോ? ഇതും പറഞ്ഞ് നയന അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ തന്നെ നന്ദുവിന് വലിയ വിഷമാവാട്ടോ. നന്ദു അവിടെ താഴെ തറയിൽ ഇരുന്നിട്ട് കരയാൻ തുടങ്ങാട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മൂർത്തിമുത്തശ്ശൻ വരുന്നുണ്ട്. ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ അടുത്ത എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിനൊന്ന് കമന്റ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.